ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും ആഡംബരപൂർണവുമായിട്ടുള്ള ഒരിടം, തിളങ്ങുന്ന മാളുകളും 7 സ്റ്റാർ ഹോട്ടലുകളുമുള്ള ദുബായ് പോലെയുള്ള ഒരു നഗരം. അവിടെ പെട്ടെന്ന് ബീച്ചിന് അടുത്തും വാനോളം ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലും മിസൈലുകളും ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും വന്നു വീഴുകയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് അത്തരമൊരു ലോകത്താണ്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ തുടങ്ങിയ ഈ യുദ്ധം ഇപ്പോൾ വെറും യുദ്ധക്കളങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് ലോക ടൂറിസത്തിന്റെയും ബിസിനസിന്റെയും ഊർജ വിപണിയുടെയും ഒക്കെ കേന്ദ്രങ്ങളിലേക്ക് പടർന്നിരിക്കുകയാണ്. പലരും ഈദ് ആഘോഷങ്ങൾക്കും ഇറാന്റെ പുതുവർഷമായിട്ടുള്ള നൗറൂസിനുമൊക്കെ തയ്യാറെടുത്തിരുന്ന സമയത്താണ് പശ്ചിമേഷ്യയുടെ ആകാശം മിസൈലുകൾ കൊണ്ട് നിറഞ്ഞത്. അത് വെടിക്കെട്ടായിരുന്നില്ല, മറിച്ച് യുദ്ധമായിരുന്നു. മറ്റെന്തിനെക്കുറിച്ചും സംസാരിക്കുന്നതിന് മുമ്പ് ഇതിന് പിന്നിലെ ആ ഒരു സന്ദേശം എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. വർഷങ്ങളായിട്ട് ദുബായ്, ദോഹ, കുവൈറ്റ് സിറ്റി, മനാമ തുടങ്ങിയ സ്ഥലങ്ങൾ ലോകത്തിന് നൽകിയ ഒരു സ്വപ്നമുണ്ട്. ഇങ്ങോട്ട് വരൂ, പണം ചെലവാക്കൂ, ഇവിടുത്തെ മാളുകളും അത്യാധുനിക ടവറുകളും കൃത്രിമ ദ്വീപുകളും ഒക്കെ ആസ്വദിക്കൂ എന്നതായിരുന്നു അത്. അപകടം നിറഞ്ഞ ഒരു മേഖലയിലെ സുരക്ഷിതമായിട്ടുള്ള കുമിളകൾ എന്ന രീതിയിലാണ് ഈ നഗരങ്ങൾ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും കാണിച്ചു തരുന്നത് ആ കുമിളകൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നാണ്. യുദ്ധം എന്നത് ഇപ്പോൾ എവിടെയുള്ള ഒരു അതിർത്തിയിലെ പൊടി പിടിച്ച മണ്ണിൽ നടക്കുന്ന കാര്യമല്ല. അതിന് ഒരു ലക്ഷറി ഹോട്ടലിലോ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഒരു ബീച്ച് റിസോർട്ടിലോ വരെ എത്താൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്ന് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. ഇറാന്റെ വളരുന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ഇറാൻ അവരുടെ മലനിരകൾക്ക് താഴെ മിസൈൽ സിറ്റി എന്ന് വിളിക്കുന്ന വലിയൊരു സംവിധാനം വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വലിയ ബോംബുകൾ ഇട്ടാൽ പോലും തകർക്കാൻ പറ്റാത്ത രീതിയിൽ പാറക്കെട്ടുകൾക്ക് ഉള്ളിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയ മിസൈൽ ശേഖരങ്ങളും ലോഞ്ചറുകളുമാണത്. CNN ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെ അവരുടെ മിസൈലുകൾ ട്രാക്കിലൂടെ പുറത്തെത്തിച്ച് തൊടുക്കാനും പെട്ടെന്ന് തന്നെ മലക്കുള്ളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഒളിപ്പിക്കാനും സാധിക്കും. ശത്രുക്കൾക്ക് ഒരു ആക്രമണത്തിലൂടെ ഇറാന്റെ ആയുധശേഖരം പൂർണ്ണമായി തകർക്കുക എന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇറാന്റെ തന്ത്രങ്ങളുടെ നട്ടൽ എന്ന് പറയുന്നത് ഈ ഒളിഞ്ഞിരിക്കുന്ന മിസൈൽ നഗരമാണ്. അമേരിക്ക ഇറാന്റെ നാവികസേനയെയും വ്യോമ പ്രതിരോധത്തെയും ഒക്കെ തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും ഇറാൻ വീണ്ടും ആക്രമണം തുടരുന്നത് അതുകൊണ്ടാണ്. ഡൊണാൾഡ് ട്രംപ് ടിവിയിൽ വന്ന് പറയുന്നത് ഇറാൻ ഇപ്പോൾ ഒന്നുമല്ലാതായി എന്നാണ്. അവർക്ക് നേവിയും എയർഫോഴ്സും റഡാറും നേതാക്കളും ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. എല്ലാം തകർക്കപ്പെട്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും മിസൈലുകൾ പറക്കുന്നത്? എങ്ങനെയാണ് ഡ്രോണുകൾ അമേരിക്കൻ ബേസുകളിൽ ചെന്ന് പതിക്കുന്നത്? എങ്ങനെയാണ് ഈ യുദ്ധം ഇപ്പോഴും തുടരുന്നത്? ഇറാഖിൽ നിന്നുള്ള ഒരു ഉദാഹരണം നോക്കാം. ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് അടുത്ത് നാറ്റോ സൈനികരും അമേരിക്കൻ സൈനികരും ഒക്കെ നിൽക്കുന്ന വലിയൊരു ബേസ് ഉണ്ട്. ക്യാമ്പ് വിക്ടറി എന്നോ വിക്ടോറിയ ബേസ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. ബാഗ്ദാദിലുള്ളവർ വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുകയും തൊട്ടു പിന്നാലെ ആ മിലിറ്ററി സോണിനുള്ളിൽ തീപിടിക്കുന്ന ദൃശ്യങ്ങൾ വരികയും ചെയ്തു. അതൊരു ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ പിന്തുണയുള്ള ഒരു ഇറാഖി ഗ്രൂപ്പ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ഇറാഖികളെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമല്ല. അവിടെ മുമ്പും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതൊരു വലിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ഇറാഖ് മുതൽ ഗൾഫ് മേഖല വരെ നീളുന്ന അമേരിക്കൻ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ചങ്ങല പോലെയാണത്. അടുത്തതായി ഈ യുദ്ധഭൂപടത്തിൽ വന്ന ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന പേരെന്ന് പറയുന്നത് ഡീഗോ ഗാർഷ്യയാണ്. പലർക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെറുമൊരു കുത്താണ് ഈ സ്ഥലം. പക്ഷേ സൈനിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം, അമേരിക്കയുടെയും UK-യുടെയും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസുകളിൽ ഒന്നാണിത്. ഇറാനിൽ നിന്ന് ഏകദേശം 5000 കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട് ഇവിടേക്ക്. ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഇറാന്റെ മിസൈലുകൾക്ക് അവിടെ എത്താൻ കഴിയില്ല എന്നതായിരുന്നു വിദഗ്ധർ ഇതുവരെ പറഞ്ഞിരുന്നത്. സാധാരണയായി ഇറാന്റെ മിസൈൽ പരിധി 2000 അല്ലെങ്കിൽ 3000 കിലോമീറ്റർ വരെയാണെന്നാണ് അവർ പറയാറുള്ളത്. ഹോറം ഷാർ പോലുള്ള ചില മോഡലുകൾക്ക് കുറച്ചുകൂടി ദൂരം പോകാൻ കഴിഞ്ഞേക്കാം. എങ്കിലും 5000 കിലോമീറ്റർ എന്നത് അസാധ്യമായിട്ടുള്ള ഒന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡീഗോ ഗാർഷ്യയിലുള്ള അമേരിക്കൻ UK ബേസിന് നേരെ ഇറാൻ 2 മിസൈലുകൾ തൊടുത്തുവിട്ടു.
ആ മിസൈലുകൾ കൃത്യമായിട്ട് ബേസിൽ പതിച്ചു എന്നതല്ല ഇവിടുത്തെ കാര്യം. പകരം ഇറാൻ നൽകുന്ന സന്ദേശമാണ് പ്രധാനം. ഞങ്ങൾക്ക് അവിടെ വരെ എത്താൻ കഴിയും എന്നതാണ് ആ സന്ദേശം. ആ ഒരൊറ്റ നീക്കം ലോകത്തിലെ സൈനിക വിദഗ്ധരെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. പെട്ടെന്ന് ഡീഗോ ഗാർഷ്യ അത്ര ദൂരത്തുള്ള ഒരിടമല്ലാതായിട്ട് മാറി. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പലതരം അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇറാൻ അവരുടെ മിസൈലുകളുടെ റേഞ്ച് രഹസ്യമായിട്ട് കൂട്ടിയിട്ടുണ്ടാകാം. മിസൈലിന്റെ ഭാരം കുറച്ചോ ഇന്ധനത്തിൽ മാറ്റം വരുത്തിയോ അവർക്കത് സാധിച്ചേക്കാം. മറ്റൊരു സാധ്യത, ഈ മിസൈലുകൾ ഇറാനിൽ നിന്നല്ല വിട്ടത് എന്നാണ്. കടലിലുള്ള ഏതെങ്കിലും കപ്പലിൽ നിന്നോ ദ്വീപിൽ നിന്നോ അല്ലെങ്കിൽ ഇറാനുമായിട്ട് സൗഹൃദമുള്ള മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ ആയിരിക്കാം ഇത് തൊടുത്തത്. അങ്ങനെയാകുമ്പോൾ ദൂരം കുറയുമല്ലോ. ഇനി ഇതൊന്നുമല്ലെങ്കിലും ഇതൊരു മുന്നറിയിപ്പ് മാത്രമായിരിക്കാം. അതായത് ഒരു യഥാർത്ഥ യുദ്ധം ഉണ്ടായാൽ ഡീഗോ ഗാർഷ്യ തങ്ങളുടെ പരിധിയിൽ വരുമെന്ന് അവർ കാണിച്ചു തന്നു. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ എന്തു തന്നെയായാലും ഇതുണ്ടാക്കിയ മാനസികമായിട്ടുള്ള പ്രത്യാഘാതം വലുതാണ്. ഒരിക്കലും പൂർണ്ണ സുരക്ഷിതമെന്ന് കരുതിയ ഒരിടം ഇപ്പോൾ അപകട മേഖലയുടെ പരിധിയിലായിരിക്കുന്നു. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്. ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈലുകൾ പോകുമ്പോൾ തന്നെ ബാഗ്ദാദിലെ ക്യാമ്പ് വിക്ടറിയിൽ തീ പടരുന്നു. സിറിയയിലും ഇറാഖിലും ഗൾഫിലുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും റോക്കറ്റുകളും വീഴുന്നു. അമേരിക്കയുടെ താല്പര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമെന്ന് ഇറാനും അവരുടെ സഖ്യകക്ഷികളും കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി വലിയ ആത്മവിശ്വാസത്തിലാണ് സംസാരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതികളെ ഇറാന്റെ ഐക്യം തകർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് സ്വന്തം ദൗർബല്യങ്ങൾ വെളിപ്പെട്ടതേയുള്ളൂ എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ ഇവിടെ തോറ്റുകൊണ്ടിരിക്കുന്നവരല്ല, മറിച്ച് ഈ യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു വെക്കുന്നത്. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ നോക്കും. ചില ദിവസങ്ങളിൽ അദ്ദേഹം പറയുന്നത് യുദ്ധം ഏകദേശം അവസാനിച്ചു എന്നാണ്. അമേരിക്ക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണെന്നും ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ഉടനെ അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കുക, അവരുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയെ തകർക്കുക, നേവിയെയും എയർഫോഴ്സിനെയും ഇല്ലാതാക്കുക, അവരെ അണുവായുധത്തിൽ നിന്ന് തടയുക, ഇസ്രായേൽ മുതൽ കുവൈറ്റ് വരെയുള്ള രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ഇതൊക്കെയാണ് തന്റെ ലക്ഷ്യങ്ങളായിട്ട് ട്രംപ് പറയുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു വലിയ വിജയമായിട്ട് തോന്നും. പക്ഷേ അതേസമയം തന്നെ ഒരു വെടിനിർത്തലിനെ താൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശത്രുവിനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ച് നിർത്താൻ കഴിയില്ല എന്നാണ് ട്രംപിന്റെ പക്ഷം. എന്നാൽ തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പരാതിപ്പെടുന്നത് ഇറാനിൽ സംസാരിക്കാനേ ഇപ്പോൾ ആരുമില്ല എന്നാണ്. നേതാക്കളെല്ലാം പോയി, ആർക്കും ഇപ്പോൾ അവിടെ നേതാവാകാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ട്രംപിന്റെ വാക്കുകളിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇറാൻ തീരാറായെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഇപ്പോഴും മിസൈൽ വിടുന്നത്? നേതാക്കളെല്ലാം പോയെങ്കിൽ പിന്നെ ആരാണ് ഈ ആജ്ഞകൾക്ക് നൽകുന്നത്? യുദ്ധം നിർത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വെടിനിർത്തലിനെ എതിർക്കുന്നത്? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. നേതൃത്വത്തിന്റെ കാര്യത്തിൽ ഇറാൻ പറയുന്നത് മറ്റൊരു കഥയാണ്. തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറായിരുന്നു എന്നും എന്നാൽ അമേരിക്കയും ഇസ്രായേലും തെരഞ്ഞെടുത്തത് നേതാക്കളെ വധിക്കുന്ന രീതിയായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. മിതവാദികളായിട്ടുള്ള നേതാക്കളെ ഇല്ലാതാക്കുമ്പോൾ പിന്നെ ആരോടാണ് ചർച്ച നടത്തുക? അതുകൊണ്ട് സംസാരിക്കാൻ ആരുമില്ല എന്ന ട്രംപിന്റെ പരാതിക്ക് ആ നേതാക്കളൊക്കെ ഇല്ലാതാക്കിയത് നിങ്ങൾ തന്നെയല്ലേ എന്നാണ് വിമർശകർ തിരിച്ചു ചോദിക്കുന്നത്. ഈ വടംവലി ഇങ്ങനെ തുടരുമ്പോൾ ഗൾഫിലെ സാധാരണക്കാരാണ് അതിന്റെ വില കൊടുക്കുന്നത്. ദുബായിയുടെ കാര്യം തന്നെ വീണ്ടും ചിന്തിച്ചു നോക്കും. അതൊരു പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, അതൊരു ആഗോള പ്രതീകമാണ്. വലിയ മാളുകൾ, ബുർജ് അൽ അർബ് പോലെയുള്ള ഹോട്ടലുകൾ, പാം ജുമൈറ പോലെയുള്ള ദ്വീപുകൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് വിശ്വസിച്ചാണ് ലക്ഷക്കണക്കിന് വിദേശികളും ടൂറിസ്റ്റുകളും അവിടെ കഴിയുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഈ നഗരങ്ങൾക്ക് വളരെ അടുത്താണ് വന്നു വീണത്. ഒരു ഡ്രോണ് വെടിവെച്ചിട്ടപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ ബുർജ് അൽ അർബിന് അടുത്ത് വീണതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പാം ജുമൈറയിലെ ഒരു ലക്ഷറി ഹോട്ടലിൽ നേരിട്ട് ആഘാതമുണ്ടായതായിട്ടും പറയപ്പെടുന്നു. ഖത്തറിലെ വലിയ ഗ്യാസ് പ്ലാന്റ് ആയിട്ടുള്ള റാസ് ലഫാൻ കോംപ്ലക്സിനും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പണക്കാരുടെ വിനോദ കേന്ദ്രങ്ങൾ എന്ന് കരുതപ്പെട്ടിരുന്ന സ്ഥലങ്ങൾക്ക് അടുത്തുനിന്ന് പുകയുരുന്നത് ടൂറിസ്റ്റുകളും അവിടുത്തെ തൊഴിലാളികളും പേടിയോടെയാണ് നോക്കി നിന്നത്. കുവൈറ്റിലെ ഒരു പ്രൊഫസർ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കും നിരീക്ഷണ സംവിധാനങ്ങൾക്കും വേണ്ടി വലിയ തുക ചെലവാക്കുന്നത് ഈ ഒരു സുരക്ഷിത ഇമേജ് നിലനിർത്താനാണ്. വർഷങ്ങളായിട്ട് അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ചത്തെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ട് ആ ഇമേജിനെ മങ്ങലേറ്റിരിക്കുകയാണ്. ഈ നഗരങ്ങളിൽ പോലും യുദ്ധം എത്തുമെന്ന്
സുരക്ഷിതമെങ്കിൽ പിന്നെ എവിടെയാണ് സുരക്ഷിതം എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതിന്റെ ആഘാതം ഗൾഫിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ തലവൻ ഫാത്തി ബിറോൾ പറഞ്ഞത് ഈ ഇറാൻ യുദ്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ്ജ ഭീഷണിയാണ് എന്നാണ്. അദ്ദേഹം അത്രയും ശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാര്യം ഗൗരവകരമാണ്. ലോകത്തിലെ എണ്ണയുടെയും ഗ്യാസിന്റെയും വലിയൊരു ഭാഗം പോകുന്നത് ഗൾഫ് വഴിയാണ്. ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള വഴികൾ ഇറാൻ തടയുകയോ അവിടെ ഭീഷണി ഉയർത്തുകയോ ചെയ്താലേ അത് യൂറോപ്പിലെ പെട്രോൾ പമ്പുകളെയും ഏഷ്യയിലെ ഫാക്ടറികളെയും ഒക്കെ ഒരുപോലെ ബാധിക്കും. വിപണി ഈ അപകടത്തെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണ് ബിറോൾ പറയുന്നത്. ഇന്ന് യുദ്ധം അവസാനിച്ചാൽ പോലും ഗൾഫിൽ നിന്നുള്ള എണ്ണ വിതരണം പഴയതുപോലെ ആകാൻ 6 മാസമെങ്കിലും എടുക്കും. ചിലയിടങ്ങളിൽ അതിലും കൂടുതൽ സമയമെടുക്കും. അതായത് മാസങ്ങളോളം വിലക്കയറ്റവും ക്ഷാമവും അനിശ്ചിതാവസ്ഥയും ലോകം നേരിടേണ്ടി വരും. വാഷിംഗ്ടണിലും ടെഹ്റാനിലും ടെല്ലവീവിലും ഇരിക്കുന്ന ഏതാനും നേതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ കാരണം ലോകം മൊത്തം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ മറ്റൊരു വിരോധാഭാസം കൂടിയുണ്ട്. ഒരു വശത്ത് ഇറാനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുകയും അവരുടെ സൈന്യത്തെ തകർക്കുമെന്ന് പറയുകയും ചെയ്യുന്ന അമേരിക്ക, മറുവശത്ത് 140 മില്യൺ ബാരൽ ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം രഹസ്യമായിട്ട് നീക്കിയ എന്നാണ് വാർത്തകൾ. എന്തിനാണെന്നോ, സ്വന്തം നാട്ടിലെ പെട്രോൾ വില കുറക്കാൻ വേണ്ടി. അതായത് ഇറാൻ ഒരു ശത്രു രാജ്യമാണ്, പക്ഷേ പെട്രോൾ വിലയുടെ കാര്യം വരുമ്പോൾ ഇറാന്റെ എണ്ണ വേണതാനും. ഈ ഇരട്ടത്താപിരെയാണ് പലരും വിമർശിക്കുന്നത്. ഇറാനെ ശിക്ഷിക്കണം എന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് സ്വന്തം സാമ്പത്തിക സുരക്ഷയെ ബാധിക്കരുത് എന്ന് മാത്രം. വലിയ രാജ്യങ്ങളും മാത്രമല്ല, ചെറിയ രാജ്യങ്ങളും ഈ കാര്യത്തിൽ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ മണ്ണിൽ ഇറങ്ങാനോ ഇന്ധനം നിറക്കാനോ ശ്രീലങ്ക അനുവാദം നൽകിയില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. എപ്പോഴും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന സ്വിറ്റ്സർലൻഡ് പോലും അമേരിക്കയിലേക്കുള്ള ചില ആയുധ കയറ്റുമതികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവ ചെറിയ കാര്യങ്ങളായിരിക്കാം, എങ്കിലും അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളെയും ലോകം കണ്ണടച്ച് പിന്തുണയ്ക്കില്ല എന്നൊരു സന്ദേശം ഇതിലുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ യുദ്ധത്തിന്റെ നിഴലിൽ നിന്നാണ് ഈദ് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ആഘോഷിച്ചത്. ഇറാനിലുള്ളവർ നൗറൂസും ആഘോഷിക്കുന്നു. കുടുംബങ്ങൾ ഒത്തുചേരുമ്പോഴും പ്രാർത്ഥനകൾ നടത്തുമ്പോഴും അവരുടെ പശ്ചാത്തലത്തിൽ കേൾക്കുന്നത് ഇറാഖിലും സിറിയയിലും ലബനാനിലും ഇറാനിലുമൊക്കെ നടന്ന ആക്രമണങ്ങളുടെ വാർത്തകളാണ്. ആഘോഷങ്ങളുടെ സന്തോഷത്തിനിടയിലും അവർക്ക് പേടിയുണ്ട്. നാളെ അടുത്ത ആക്രമണം ഉണ്ടാകുമോ എന്ന് അവർക്കറിയില്ല. നേതാക്കൾ തങ്ങൾ ജയിക്കുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ സാധാരണക്കാര് ദുരിതം അനുഭവിക്കുകയാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇറാൻ വലിയ സമ്മർദ്ദത്തിലാണെങ്കിലും അവർക്ക് തിരിച്ചടിക്കാൻ കഴിയുന്നുണ്ട്. തങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഒരിക്കൽ സമാധാനത്തിന്റെയും സമ്പത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്ന ഗൾഫ് നഗരങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന്റെ മുൻനിരയിലായിരിക്കുന്നു. ലോകത്തിലെ ഊർജ്ജ സംവിധാനം വലിയൊരു തകർച്ചയെ നേരിടുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പ്രീണിപ്പിക്കാൻ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും എന്ന കാര്യത്തിൽ അവർക്കും വലിയ വ്യക്തതയില്ല എന്നുള്ളതാണ്. ചില വലിയ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് എത്ര കാലം ഈ യുദ്ധം ഇങ്ങനെ തുടരും? തങ്ങൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്ന എത്ര നഗരങ്ങൾ കൂടി ഈ യുദ്ധത്തിന്റെ ഭീഷണി അറിയേണ്ടി വരും? അതിലും ഉപരി ഈ തീയുണ്ടാക്കിയ നേതാക്കൾക്ക് തന്നെ ഇത് അണക്കാനുള്ള ധൈര്യം ഉണ്ടാകുമോ? അതോ ലോകം മുഴുവൻ അതിന്റെ വില കൊടുക്കേണ്ടി വരുമോ? ഇതൊന്നും ഇപ്പോൾ വെറും തിയറികളല്ല. ദുബായിലെ മാളുകൾക്കടുത്ത് മിസൈൽ വീഴുമ്പോഴും വലിയ സൈനിക കേന്ദ്രങ്ങൾ കത്തുമ്പോഴും ഡീഗോ ഗാർഷ്യ പോലുള്ള ദൂരെയുള്ള ദ്വീപുകൾ ലക്ഷ്യം വെക്കപ്പെടുമ്പോഴും പഴയ നിയമങ്ങളെല്ലാം മാറിയെന്ന് നമ്മൾ തിരിച്ചറിയണം. യുദ്ധം എന്നത് TV-യിൽ കാണുന്ന കുറച്ചു നേരത്തെ വാർത്തയല്ല. അത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും യാത്ര ചെയ്യുന്നിടത്തും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് വെറും മിലിറ്ററി ജനറൽമാരുടെയോ നയതന്ത്രജ്ഞരുടെയോ മാത്രം വിഷയമല്ല. ഇത് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണ്. കാരണം എണ്ണയും ഗ്യാസും കച്ചവടവും യാത്രകളും ഒക്കെ വഴിബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.